ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അതിന് മുൻപായി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സരാശംസകൾ. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് നോക്കുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ടൊരു തുടക്കത്തിന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമ്മളിവിടെ വരുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇത് അതല്ല, എനിക്ക് ചേരില്ല, എൻ്റെ കാര്യമല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിത് കേൾക്കുക, നിങ്ങൾക്ക് മാച്ചാവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നില്ല എങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ഒന്ന് നോക്കാം നമുക്ക് ആദ്യം. ഫോർ ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. പേജ് ഓഫ് വാൺസ് വന്നിരിക്കുന്നു. ദ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നു. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. നമ്മൾ 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ഒരു 2 കാർഡ്സ് എടുക്കാവേ. നിങ്ങളുടെ കറണ്ട് എനർജിയിൽ 2 കാർഡ്സ് എടുക്കാം. നിങ്ങൾ പറയാം നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന്. രണ്ട് കാർഡ്സ് വന്നു. നൈറ്റ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്, ടവറും വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ടവർ വന്നിട്ടുണ്ട്. അടുത്തത് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ബോട്ടം വന്നിരിക്കുന്ന എംപ്രസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർക്കിപ്പോൾ നിങ്ങളോടുള്ള തോട്ട്സ് എന്താണെന്നൊന്ന് നോക്കാം. അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്, എന്ത് എനർജിയാണ് അവർക്കിപ്പോൾ നിങ്ങളോടുള്ളത് എന്നൊന്ന് നോക്കാം. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. അഞ്ച് കാർഡ്സ് എടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷനാണ്. കണ്ട. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അവരുടെ കറണ്ട് എനർജി പറയുകയാണെങ്കിൽ ഫസ്റ്റിൽ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്? 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അവരിപ്പോൾ ഒരുപാട് വിഷമത്തിലാണെന്നാണ് കാണുന്നത്. നിരാശ അനുഭവിക്കുന്നു. നിരാശ അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്ത് കിട്ടിയാലും പോരാ. മനസ്സിലായി? നമ്മളിപ്പോൾ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ വേണം, വേറൊന്നുകൊണ്ട് തൃപ്തിയാകത്തില്ല. ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കാൻ ചെല്ലുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇന്ന കമ്പനിയുടെ ഒക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് വേണ്ട, അതുകൊണ്ട് നമുക്ക് തൃപ്തിയില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് വേണം. അങ്ങനെ ഒരു ചിന്തയല്ലേ വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ അവർ ഒരുപാട് നിരാശ അനുഭവിക്കുന്നു. കാരണം ജീവിതത്തിൽ കിട്ടിയതൊന്നും അവർക്ക് തൃപ്തിയില്ല. പക്ഷെ അത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കണം. മനസ്സിലായോ? നിങ്ങളാണ് വേണ്ടത് എന്നായിരിക്കണം ചിന്തിക്കുന്നത്. കറണ്ട് എനർജിയാണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കൂടുതലായിട്ടും. അപ്പോൾ നിങ്ങളാണ് അവർക്ക് വേണ്ടത്, നിങ്ങളെയാണ് അവർക്ക് വേണ്ടത്. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെയും കൽപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റാരെയും കരുതാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായി? അടുത്തൊരു പേജ് ഓഫ് വാൺസ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകണം, അല്ലാതെ മിണ്ടാതെ പറയാതെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ സാധിക്കില്ല. മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സൈലന്റ് മൂഡ് മാറണമെങ്കിൽ അത് തന്നെയാണ് വേണ്ടത്. മുന്നോട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നേ മതിയാകൂ എന്നുള്ളതാണ് അവരിവിടെ ചിന്തിക്കുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ നോ കോണ്ടാക്ട് അവസ്ഥയാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ കപ്പിൾസിന് ബാധകമാണ്, ലവേഴ്സിന് ബാധകമാണ്, ഏതു തരത്തിലുള്ള റിലേഷൻഷിപ്പിനും ബാധകമാണ്. മനസ്സിലായി? നിങ്ങളുടെ സാഹചര്യം പോലെ എടുക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് ഇൻറ്റ്യൂട്ടീവ് ആണ് അവർ. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവർ കുറച്ചുകൂടി ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്.
ഒരു ഉണർവ് വന്നിട്ടുണ്ട് അവർക്ക്. കുറെ കൂടെ പഴയതിനെ അപേക്ഷിച്ച് ബോധം വന്നിരിക്കുന്നു, തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ബോധം വന്നിരിക്കുന്നത്, ഇൻഡ്യൂഷൻ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻഡ്യൂഷൻ ഉള്ളത് കാരണം എന്താണ്, അവർക്ക് എടുത്തു ചാടി ഒന്നും പറയാൻ പറ്റുന്നില്ല. അവർ കുറെ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഹൈഡ് ചെയ്തിട്ടുണ്ടാവണം. എന്താണ്, ഇപ്പൊ പറഞ്ഞാൽ അത് ശരിയാവില്ല, അത് പിന്നെ പറയാം. മറ്റേ നമ്മളെ പോലെ ചിലർക്കൊക്കെ ആണെങ്കിൽ എന്താണ്, പറയാനുള്ളത് അപ്പൊ തന്നെ അങ്ങ് പറയണം, അല്ലെ? മനസ്സിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് ഒന്നും നടക്കില്ല. പറയാനുള്ളത് അപ്പൊ തന്നെ പറഞ്ഞു തീർക്കണം എന്നാണ് ചിലരുടെയൊക്കെ ആഗ്രഹം. പക്ഷെ ഇത് ഇവിടെ നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇയാളുടെ ആഗ്രഹം എന്താണ്, അതിനുള്ള സാഹചര്യമാകുമ്പോൾ മാത്രമേ അയാൾ തുറന്നു പറയൂ. അതായത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ ആലോചിച്ച് ബുദ്ധിപൂർവ്വം മാത്രമേ അവർ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവരാഗ്രഹിക്കുന്നത്, അവർ നിങ്ങളുമായിട്ടുള്ള സ്നേഹത്തിൽ ഇടയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറച്ചൊന്ന് മുന്നോട്ട് വരാൻ കുറച്ച് തടസ്സം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നൈറ്റ് ഓഫ് കപ്സ് പെന്റക്കിൾസ് ആണ് ഇത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം, അതുമല്ല എങ്കിൽ വേറെ ഏതൊരു തരത്തിലുള്ള കണക്ഷനും ആവാം. കൂടുതലായിട്ടും അങ്ങനെയാണ് ആ എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് വെച്ച് കുറച്ചൊന്ന് സ്റ്റക്കായിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വീണ്ടും വരണമെന്നുള്ള ആഗ്രഹം, ഉപേക്ഷിച്ച് പോയിട്ടില്ല നിങ്ങളെ, മനസ്സിലായോ? അങ്ങനെയുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് 10 ഓഫ് വാൻസിന്റെ എനർജിയാണ്. കാരണം ഇവിടെ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു ലൈഫായിരുന്നു അവരുടേത്. അവർ വിചാരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മുന്നോട്ടൊന്ന് വരണം. വന്നതിന് ശേഷം നിങ്ങളുമായിട്ട് ഇനി പുതിയൊരു സ്റ്റാർട്ടിങ്ങിലേക്ക്, പുതിയൊരു തുടക്കത്തിലേക്ക് വരണം. അതിനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. കാരണം ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ അവർ ചുമക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ അവരുടെ മറ്റു പല കാര്യങ്ങളും അവരുടെ വീട്ടിലോ ഏതൊരു സാഹചര്യത്തിലായാലും അവരുടെ സമൂഹത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളിലായാലും അവരിപ്പോൾ ഒരുപാട് ഭാരം ചുമക്കുന്നുണ്ട്. ഭാരം ചുമക്കുകയാണ്, കണ്ടില്ലേ? ഒരുപാട് ഭാരം ചുമക്കുന്നുണ്ട്. ഈ ഒരു ഭാരം കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കുറച്ചൊന്ന് താഴെ വെച്ചിട്ട് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് വരണം എന്നവർ ആഗ്രഹിക്കുന്നു. 10 ആണ് വന്നിരിക്കുന്നത്. 10 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇനി ഇത്രയാണ് അവരുടെ കറണ്ട് എനർജി. ഇനി ഇവിടെ നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടവറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം നിങ്ങളിപ്പോൾ ഇവരുമായിട്ട് നോ കോണ്ടാക്ട് അവസ്ഥ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് കാരണമാകാം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഒന്ന് കെയറിങ്ങിന് വേണ്ടിയാവാം ഈ ഒരു വ്യക്തിയുമായിട്ട് കൂടുതൽ അടുത്തത്, അല്ലെങ്കിൽ ആ അടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അങ്ങനെയാവാം. അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം ഇനി ഒരു കണക്ഷൻ നിങ്ങൾക്ക് വേണ്ട, കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രം ദുരിതപൂർണമായ ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. ഒരിക്കലും ഒരു സന്തോഷം അനുഭവിക്കാത്ത ജീവിതമായിരുന്നിരിക്കണം നിങ്ങളുടേത്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് കുറച്ചൊന്ന് സ്നേഹം കിട്ടിയ ഒരു വ്യക്തി വന്നത്, സ്നേഹം തരാനായിട്ട് ഒരു വ്യക്തി വന്നു. ആ വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ കൂടുതൽ അടുക്കാൻ പോയത്. ഇപ്പോൾ അവരുമായിട്ട് നിങ്ങൾ കുറച്ചൊന്ന് അകന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവരുമായിട്ടും കുറച്ചൊന്ന് പ്രശ്നം ഉണ്ടായിരിക്കുന്നു. നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലായി? ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുമായിട്ട് ഒന്നിച്ചു ചേരാനായിട്ട്. നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് ഒന്നിച്ചു ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അവരെ ഒന്ന് കാണാൻ നിങ്ങൾ ഒരുപാട് ആവേശം കൊള്ളുന്നു, അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ, അവരുടെ ഒരു മെസ്സേജ് വരാൻ, അവരുടെ ഒരു കാൾ വരാൻ നിങ്ങൾ ഒരുപാട് ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായി? അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി. ഇത് തന്നെയാണ് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മളിവിടെ നോക്കിയത്. ഫസ്റ്റിൽ നമുക്ക് വന്നിരിക്കുന്നത് ഡ്രീമാണ്. അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് എല്ലായ്പ്പോഴും. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെ അവർക്ക് നിങ്ങളുടെ സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റുന്നില്ല. നിങ്ങളെ വിട്ടുപോയതായിട്ട് ഇവിടെ ഒരു എനർജി വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ട നിമിഷം മുതലേ നിങ്ങളുടെ സ്നേഹം അവരെ ഒരുപാട് ആകർഷിക്കാൻ മാത്രമല്ല, അത്രമാത്രം വളരെയധികം ഹൃദയസ്പർശിയായിട്ട് തോന്നിയ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സാമീപ്യം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം ഉണ്ടായിട്ടുണ്ടാവണം. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താണ്, എപ്പോഴും അവർ സ്വപ്നം കാണുന്നതാണ് നിങ്ങൾ തമ്മിൽ ഒന്നു ചേരുന്നത്. പിന്നെ എന്തുകൊണ്ട് പിരിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ചില പ്രശ്നങ്ങളിലാവാം നിങ്ങൾ ഇപ്പോൾ ഒരു വേർപാട് സംഭവിച്ചിരിക്കുന്നത്, ഒരു സെപ്പറേഷൻ വന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും പിന്നീടുള്ള സമയം എന്താണ്, അവർ അതിലേക്ക് മനസ്സിലാക്കി കാര്യങ്ങളെക്കുറിച്ച്
കുറച്ച് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് എല്ലായ്പ്പോഴും നിങ്ങളെ സ്വപ്നം കാണുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നിങ്ങളെ ഒരിക്കലും അവർക്ക് പിരിയാൻ വയ്യ. ആദ്യം തന്നെ അവരുടെ എനർജി വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കാരണം നിങ്ങളില്ലാതെ പറ്റില്ല. അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം അനുഭവിച്ചത് നിങ്ങൾ കാരണമാണ്. അതുകൊണ്ട് അവർ വിചാരിക്കുന്നു നിങ്ങളില്ലാതെ അവർക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നിങ്ങൾ തന്നെ വേണം, നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ തന്നെ വേണം, നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയും അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ നിങ്ങളെ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവാം, പക്ഷെ അവർ നിങ്ങളെ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യത്തെ ഒന്നും അവർക്ക് അങ്ങോട്ട് വിട്ടുപിരിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട്, കണ്ടല്ലേ. ലവേഴ്സ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണിത്. അപ്പോൾ ഈ ഒരു ലവേഴ്സ് വന്നിരിക്കുന്നത് തന്നെ ഇവിടെ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ആണ്. റിലേഷൻ ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ആണ്. പക്ഷെ അവർ വരും, വരാതിരിക്കില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും കൂടിച്ചേർന്ന് നിങ്ങൾ നല്ലൊരു ലൈഫിലേക്ക് പോകണം. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ ഒരു സ്നേഹബന്ധം ഒരിക്കലും നിങ്ങൾ വേർപിരിയാൻ പറ്റുന്നില്ല. വേർപിരിഞ്ഞാൽ തന്നെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു പീരീഡ് എന്നാണ് അവരിവിടെ കാണുന്നത്. ഇത് ദൈവികമായ ഒരു എനർജിയാണ്. ദൈവം തന്നെ നിങ്ങളെ കൂട്ടിച്ചേർത്തതാണെന്ന് അവർ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകണം. ഇത് യൂണിവേഴ്സിന്റെ തീരുമാനമാണെന്ന് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം. നിങ്ങളും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇനിയിപ്പോൾ സ്ലോയിങ് ഡൗൺ ആണ്. പതുക്കെ 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 ഇനിയും എന്താണ്, നിങ്ങളെപ്പറ്റി ചിന്തിച്ച് മുന്നോട്ട് വന്നേ മതിയാവൂ. അതിനായിട്ട് എന്ത് ക്ഷമയാണ് വേണ്ടത്, എന്താണോ ഇവിടെ അതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടത്, അതിനവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് ആണ്. മനസ്സിലായോ? അപ്പോൾ അവർ നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതാണ് പറയുന്നത്, പതുക്കെ 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 ക്ഷമയോടുകൂടി നിങ്ങളിലേക്ക് വരണം. അതിന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാതെ പറ്റില്ല. പല കാര്യങ്ങളും ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംസാരിച്ചത് ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആയിട്ടുണ്ടാവാം. ഇതൊക്കെ കാര്യങ്ങൾ അവരിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇത് ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. വീണ്ടും പുതിയൊരു തുടക്കത്തിലേക്ക് ന്യൂ വിഷൻ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. വീണ്ടും പുതിയ ഒരു തുടക്കത്തിലേക്ക്, അതായത് പുതിയ തുടക്കത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് തന്നെ, യൂണിവേഴ്സിനെയും വിശ്വസിച്ചുകൊണ്ട് തന്നെയും ഈ ഒരു കണക്ഷൻ പുതിയ ഒരു തുടക്കത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ന്യൂ വിഷൻ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ഇനി പഴയ കാര്യങ്ങളെല്ലാം കളഞ്ഞു. പഴയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എപ്പോഴും ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടുന്ന സ്വഭാവം, അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ നോ കോണ്ടാക്ട് അവസ്ഥയിലിരിക്കുക, ഇതൊക്കെ അവരെ സംബന്ധിച്ച് വളരെ വലിയ പ്രയാസമുളവാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനത്തിലെത്താൻ അവർ നോക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവരൊരു തീരുമാനം ഉറപ്പിച്ചിട്ടുണ്ട്, അവരൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. നിങ്ങളെ തന്നെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് ദൈവത്തിൽ ഒരു വിശ്വാസം അവർക്കിപ്പോൾ വന്നിരിക്കുന്നു. കാരണം നിങ്ങളെ വിട്ടുപിരിയാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ട് തന്നെ ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാനാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. കണ്ടില്ലേ, പുതിയ തുടക്കമാണ് ഫുൾ കാർഡ് എന്ന് പറയുന്നത്. നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് ഒന്ന് നോക്കാവേ. എങ്ങനെയുള്ള സ്നേഹമായിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് നോക്കാം. നിങ്ങൾ തമ്മിൽ കണക്ഷനിലുള്ളപ്പോൾ അവർ നിങ്ങളെ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നത് എന്ന് നോക്കാം. 2-3 കാർഡ്സ് നോക്കാവേ. അതെ, വട്ടം വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. കണ്ടില്ലേ, എത്രയൊക്കെ ആയാലും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് അവർ. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ചിലപ്പോഴൊക്കെ ഒന്ന് പിണങ്ങിയിരിക്കേണ്ട അവസ്ഥയുണ്ട്. ഏസ് ഓഫ് കപ്സ് വീണ്ടും പുതിയ തുടക്കത്തിലേക്ക്, വീണ്ടും പ്രണയം നിറച്ച് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുമായിട്ട് കണക്ഷനിലുള്ളപ്പോൾ തന്നെ എന്നും പിണങ്ങും, എന്നും വീണ്ടും വീണ്ടും പുതിയ തുടക്കത്തിലേക്ക് വരും. ആ വീണ്ടും വീണ്ടുമുള്ള പുതിയ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിവിടെ ഒരുപാട് സന്തോഷം തരുന്നതാണ്, സ്നേഹം വർദ്ധിപ്പിക്കുന്ന ഒരു എനർജിയാണ്. അതിലേക്ക് വരാനാണ്. ഇതൊരു ദൈവികമായ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 ഓഫ് കപ്സ് ഇവിടെ
കോപ്പറേറ്റീവ് ലവ് ആണ്, നിങ്ങളുടെ ഗ്രോയിങ് ആൻഡ് എന്നും ഇവിടെ എന്താണ് സന്തോഷം വർദ്ധിക്കുന്ന, ഒന്ന് ചേരുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്ന, എൻജോയ് ചെയ്യുന്ന ഒരു ബന്ധത്തിലായിരുന്നു നിങ്ങൾ നേരത്തെയും കഴിഞ്ഞിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും എന്നുള്ളതേ ഉള്ളൂ, വീണ്ടും ഇണങ്ങും, വീണ്ടും സന്തോഷിക്കും, അങ്ങനെയാണ്. ഇവിടെ 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട്. ഡെഡിക്കേറ്റഡ് ആൻഡ് കൾട്ടിവേറ്റഡ് ലവ് ആണ്. കണ്ടില്ലേ, ഡെഡിക്കേറ്റഡ് ലവ് ആണ്. നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു ആത്മാർത്ഥമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ദൈവികമായ ഒരു എനർജി ആയിരുന്നു. വളരെ എത്ര ബുദ്ധിമുട്ടിയാലും നിങ്ങളെ അവരിൽ നിന്നും അകറ്റാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോയി, അത് ശരിയാണ്, അത് അവർ സമ്മതിച്ചു തരാൻ തയ്യാറാണ്. അവരുടെ ഉള്ളിൽ ചില കാര്യങ്ങളുണ്ട് നിങ്ങളോട് പറയാനുള്ളത്, അവർ ചില കാര്യങ്ങളെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പിണങ്ങി മാറിയിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നില്ല. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയ ചില സംശയങ്ങൾ ഉണ്ടാവണം. അതിൽ നിന്നും ചില ഇവിടെ കണ്ടില്ല, ഇവിടെ ഹൈഡ് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നുണ്ട്, തുറന്നു പറയുന്നില്ല പല കാര്യങ്ങളും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ സംശയമായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു വേർപാടിന് കാരണമായത്. ഇവിടെ എന്താണ്, സ്റ്റാർ ആണ്, റെജുവിനേറ്റഡ് ആൻഡ് ഹീൽഡ് ലവ് ആണ്. എപ്പോഴും പരസ്പരം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ലവ് ആയിരുന്നു നേരത്തെ. പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, പരസ്പരം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന എനർജി ആയിരുന്നു. അങ്ങനെ മുന്നോട്ട് വന്ന ഒരു നല്ല ഒരു സ്നേഹബന്ധമായിരുന്നു നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അവരുടെ ഒരു മെസ്സേജ് നമുക്ക് നോക്കാവേ. കാളിങ് ഇൻ യുവർ സോൾമേറ്റ്. കണ്ടില്ലേ, നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവരുടെ ചിന്ത എപ്പോഴും, അവരുടെ എനർജി നിങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ചിന്തകൾ അവരിലേക്ക്. നിങ്ങൾ സ്വപ്നം കാണുന്ന എനർജി ആണല്ലോ നമ്മൾ മുമ്പേ കണ്ടത്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ചില കാര്യങ്ങളിലൊക്കെ ഒരുപാട് നിങ്ങൾ പ്രേ ചെയ്തിട്ടുണ്ട്, അവർ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. കാളിങ് ഇൻ യുവർ സോൾമേറ്റ്, നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ വരുന്നുണ്ട്. നിങ്ങളുടെ സോൾമേറ്റ് എത്രയും പെട്ടെന്ന് വരുന്നുണ്ട്. ലെറ്റ് ഗോ ഓൺ കൺട്രോൾ ഇഷ്യൂസ്, അലോ ദിസ് സിറ്റുവേഷൻ ടു അൺഫോൾഡ് നേച്ചർ. ഇവിടെ എന്താണ്, നിങ്ങളുടെ കൺട്രോൾ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ, നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അവരോട് മറ്റു ചില തരത്തിലുള്ള കാര്യങ്ങളോ ചിന്തകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അതിനെ ലെറ്റ് ഗോ ചെയ്യൂ, അതിനെ ഉപേക്ഷിക്കൂ. നിസ്സാരമായ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അവരോട് പിണങ്ങിയിട്ടുണ്ടാവാം, അതിനോട് ചിലപ്പോൾ വഴക്കിടാൻ പോയിട്ടുണ്ടാവാം. അതൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. ഇനിയെങ്കിലും നിങ്ങൾ ഈ ഒരു പാഠം ഓർത്തിരിക്കണം എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ അട്രാക്ഷൻ, നിങ്ങളോടുള്ള അട്രാക്ഷൻ വളരെ റൊമാൻറ്റിക് അട്രാക്ഷൻ ആണ് നിങ്ങളോടുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത്, അവർക്ക് നിങ്ങളോടുള്ളത്. ഇനി എന്താണ് ഇവിടെ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ, ഇതുപോലെ ഹൃദയത്തോട് ഹൃദയം ചേർന്നുള്ള ആ ഒരു കോൺവെർസേഷൻ നടത്തണം ഇനിയെങ്കിലും. അതവർ പറയുന്നുണ്ടല്ലോ, അവർ തുറന്ന് പറയാൻ ചില കാര്യങ്ങളുണ്ട്, അവർ ഹൈഡ് ചെയ്തിരിക്കുന്നു. പക്ഷെ ആ ഒരു സ്വഭാവം ശരിയല്ല. അവർ ഹൈഡ് ചെയ്താലും നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് തുറന്ന് പറഞ്ഞ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ, ഹൃദയത്തിൽ പരസ്പരം ഹൃദയം കൊണ്ട് തുറന്ന് സംസാരിക്കുക, ഹൃദയം കൊണ്ട് സ്നേഹിക്കുക എന്ന് പറയുമല്ലോ, ആ ഒരു എനർജിയാണ്. സോറി, വെരി സൂൺ. കണ്ടല്ലേ, വെരി സൂൺ. എത്ര ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. എത്രയായാലും ഈ പ്രശ്നം ക്ലിയർ ചെയ്തിട്ട് അവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും. വെരി സൂൺ, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം നിങ്ങൾ തമ്മിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഒരു മാറ്റം വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട്, ഒന്നിച്ചു ചേരാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ ഗൈഡൻസ് മെസ്സേജ് എടുത്തായിരുന്നു, അപ്പോൾ ഒരു കാർഡ് എടുത്തതാണ്, പക്ഷേ 2 എണ്ണം ഇങ്ങ് വന്നുപോയി. നമുക്ക് നോക്കാം എന്താണെന്ന്. ബാലൻസ്. ലവ് ഈസ് നോട്ട് ആൾവേസ് അബൌട്ട് എഗ്രീയിങ് ജസ്റ്റ് ഫോർ സേക്ക് ഓഫ് ഇറ്റ്. എ ഗ്രേറ്റ് റിലേഷൻഷിപ്പ് ഈസ് വൺ ദാറ്റ് ബോത്ത് സപ്പോർട്ട്സ് ആൻഡ് ചലഞ്ചസ്. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എന്താണ് ലവ് എന്ന് പറയുന്നത്? എന്താണ്, ഒരാൾ മാത്രം മുന്നോട്ട് സ്നേഹിച്ച് കൊണ്ടുപോകുന്നതോ ഒരാളിൻ്റെ മാത്രം കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതോ അല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സ്നേഹബന്ധത്തിൽ, റിലേഷൻഷിപ്പിൽ, ഈ ഒരു സ്നേഹബന്ധത്തിൽ എന്താണ് വേണ്ടത്? ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എല്ലായ്പ്പോഴും. അതായത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും പരസ്പരം സപ്പോർട്ട് ചെയ്യുക, പരസ്പരം അതിൽ വിജയിക്കാൻ പരസ്പരം ശ്രമിക്കുക, പരസ്പരം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് എല്ലായ്പ്പോഴും ഒരു നല്ല റിലേഷൻഷിപ്പിന്റെ സത്യം എന്ന് പറയുന്നത്. മനസ്സിലായോ?
അപ്പോൾ ഇവിടെ അതാണ് വന്നിരിക്കുന്നത്. ഇനി പ്ലേഫുൾനെസ് ആണ്. ലോട്ടർ ഇസ് ദ ബെസ്റ്റ് തെറാപ്പി. അപ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. ഒരാളിനെ തള്ളി പറയാൻ പാടില്ല. ചില ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ പാർട്ട്ണറെ കുറ്റം പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അതൊരിക്കലും പാടില്ല. കാരണം അത് ഒത്തിരി അവരെ തളർത്തി കളയുന്ന ഒരു എനർജിയാണത്. അതുകൊണ്ട് ഒരിക്കലും അത് പാടില്ല. നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത് തന്നെ വേണം പോകാൻ. അപ്പോൾ ഇവിടെ പ്ലേഫുൾനെസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ലോട്ടർ ഇസ് ദ ബെസ്റ്റ് തെറാപ്പി. ചിരിയാണ് ഏറ്റവും നല്ല ഒരു ചികിത്സ എന്ന് പറയുന്നത്. എന്താണ്? ചിരിക്കുക. സന്തോഷം കൊണ്ട് ചിരിക്കുക, സന്തോഷം മനസ്സിൽ നിറയ്ക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് മുഖത്തൊരു പുഞ്ചിരി വരുന്നത്, അല്ലേ? ഇനി അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കളിത്തമാശകൾ പറഞ്ഞ് ചിരിക്കാനും ശ്രമിക്കുക എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഹാവ് സം ഫൺ ടുഗദർ ആൻഡ് റിമെമ്പർ. ചിലപ്പോൾ ചില തമാശകളൊക്കെ ആവാം, അത് വീണ്ടും ഓർത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാവുന്നതാണ്. ലവ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഹീലർ. ലവ് ആണ് ഏറ്റവും നല്ല ചികിത്സ, ഏറ്റവും നല്ല ഹീലർ എന്ന് പറയുന്നത്. എന്താണ്? എല്ലാ അസുഖങ്ങളെയും മായ്ക്കുന്ന അല്ലെങ്കിൽ മാറ്റിത്തരുന്ന ഒരു ഹീലർ എന്ന് പറയുന്നത് എന്താണ്? ലവ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷമായിട്ട് കഴിയാൻ ശ്രമിക്കുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ അതിനെ ഒത്തുതീർപ്പിലെത്താൻ ശ്രമിച്ച് പരസ്പരം സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ലവേഴ്സ് ഒറക്കിളാണ് ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനിയും ക്ലൂസ് എടുക്കാമല്ലോ. ലെറ്റർ കെ, ലെറ്റർ എൽ. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ക്ലൂസ് എടുക്കണ്ട, പിന്നെ ആരെങ്കിലും പറയൂ ക്ലൂസ് എടുക്കണം. ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ട് ക്ലൂസ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഡിസംബർ മന്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ലെറ്റർ ഐ, ലെറ്റർ ജെ. അക്വേറിയസ് വന്നിട്ടുണ്ട്. കുംഭമാസം, അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ലെറ്റർ ജി, ലെറ്റർ എച്ച്. കൊല്ലം വന്നിട്ടുണ്ട്. നമ്പർ 3. ലെറ്റർ ഒ, ലെറ്റർ പി. തിരുവനന്തപുരം. നമ്പർ 2. ധനുമാസം, സജിറ്റേറിയസ്, മൂലം, പൂരാടം, ഉത്രാടം, കാൽ. ടോറസ്, ഇടവമാസം, കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, അര. കർക്കിടകം, ക്യാൻസർ, പുണർതം, കാൽ, പൂയം, ആയില്യം. നമ്പർ 5. ലെറ്റർ വി, ലെറ്റർ വൈ. വസന്തയാവാം, യമുനയാവാം, ആലപ്പുഴ. കന്നിമാസം, വെർഗോ. ഇവിടെ ഇരിക്കുന്നത് എന്താണ്? ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ലെറ്റർ ആർ, ലെറ്റർ എസ്. ക്ലൂസ് ഒക്കെ എത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ക്ലൂസ്, കാർഡ്സ് ഒക്കെ. അപ്പോൾ ഈ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ആർക്കും വൈരാഗ്യമൊന്നും തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മാച്ചാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വെച്ചായിരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. എല്ലാവർക്കും വീണ്ടും പുതുവത്സരാശംസ.